പഹൽഗാം പരാമർശം ഞാൻ പറഞ്ഞത് അത്രയേ ഉള്ളൂ. പഹൽഗാം സംഭവം നടന്നപ്പോൾ ജമ്മു ആൻഡ് കാശ്മീരിലാണ് അതിനെതിരായിട്ട് പ്രതിഷേധം നടന്നത് ആദ്യം. ആ പ്രതിഷേധത്തിൽ പങ്കെടുക്കാത്ത ഒരേ ഒരു വിഭാഗം ജമാഅത്ത് ഇസ്ലാമിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ ഇതാണ്, അതായത് ആദ്യം നടന്ന ജമ്മു ആൻഡ് കാശ്മീരിലെ ഭീകരാക്രമണത്തിനെതിരായിട്ട് നടന്ന സർവകക്ഷി പ്രതിഷേധത്തിൽ പങ്കെടുക്കാതിരുന്നത് ഈ ജമാഅത്ത് ഇസ്ലാമി മാത്രമാണ്. നിരോധനത്തിൽ എന്ത് നിരോധനം? അവിടെ നമ്മുടെ പാർട്ടി സെൻട്രൽ കമ്മിറ്റി മെമ്പർക്കെതിരായിട്ട് മത്സരിച്ചത് അവരുടെ സ്ഥാനാർത്ഥിയാണ് കോൺഗ്രസ് BJP. അവിടുത്തെ എന്ത് നിരോധനം? അവരവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഏതാ മീഡിയ ഇതിൻ്റെ ഭയങ്കരമായിട്ട് നിങ്ങളതാണല്ലോ ജമാഅത്ത് ഇസ്ലാമി. അതാ പറഞ്ഞത്. നിങ്ങൾക്ക് വക്കീൽ നോട്ടീസിൽ അയച്ചോട്ടെ എന്ന്. അതിനെന്ത് ഞങ്ങൾക്ക് അത് നിയമപരമായിട്ട് കൈകാര്യം ചെയ്തത്? അത് ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം. വസ്തുതാപരമല്ല, വസ്തുതാപരമായിട്ടാണ് പറഞ്ഞത്. ഞാൻ ഒന്നുകൂടി ഇപ്പം പറയാണ്. അതായത് ഭീകരാക്രമണം പഹൽഗാമിലുണ്ടായപ്പോൾ അതിനെതിരായിട്ട് വന്ന പ്രതിഷേധത്തിൽ അതിശക്തിയായ മുന്നേറ്റം, ജനകീയമായ മുന്നേറ്റം സൃഷ്ടിച്ചപ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു നിന്ന ഒരേ ഒരു വിഭാഗം ജമാഅത്ത് ഇസ്ലാമിയാണെന്നാണ് ഞാൻ പറഞ്ഞത്. അതിപ്പോഴും ഞാൻ പറയുകയാണ്, ആവർത്തിക്കുകയാണ്. ജമാഅത്ത് ഇസ്ലാമിയാണ് പറഞ്ഞത്. പ്രസ്താവന പറഞ്ഞാൽ മതി, നമുക്ക് നോക്കാം. ഞാൻ ആദ്യത്തെ സംഭവം എന്ന് പറഞ്ഞാൽ അതിൽ ആ പ്രതിഷേധത്തിൽ പങ്കെടുത്തില്ല. ഇല്ലല്ലോ, അവിടെ പങ്കെടുത്തില്ലല്ലോ. അതാ പറഞ്ഞാൽ അവിടെ മത്സരിച്ചിട്ടുണ്ടല്ലോ. ഞാനെതിരായിട്ട് വേറെ ഏതെങ്കിലും പേരില്ല. നിങ്ങൾ ഈ മത്സരിച്ച ഈ നിരോധിച്ചതിനെ പറ്റിയുള്ള പത്രവാർത്ത പറയണമെന്നും കാര്യമില്ല കേട്ടാ. നിരോധിച്ച വേറൊരു വഴിയിൽ പങ്കെടുക്കും, അത്രയേ ഉള്ളൂ. നിരോധിച്ച വേറൊരു രീതിയിൽ പോവും, അത്രയേ ഉള്ളൂ. വെൽഫെയർ അത് രാഷ്ട്രീയ പ്രശ്നമല്ലേ? അത് പറയാണ്ടിരിക്കാൻ പറ്റുമോ? വികസനം പറഞ്ഞതിനൊപ്പം തന്നെയാണ് ഇതും പറയുന്നത്. ഇത് രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയ ശക്തിയായിട്ട് പറഞ്ഞുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ശരി, മതി. അത് ഈ പ്രതിപക്ഷ നേതാവ് ഒന്നും പറയും, അങ്ങനെ പറയുന്ന ഒരാളാണ് അയാൾ. എന്നെപ്പറ്റി പറയുന്നത് ഏറ്റവും വിഡ്ഢിത്തം പറയുന്ന ഒരാളാണ് ഞാൻ. ഇത്ര വിവരക്കേട് പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. എന്തും പറയുക, യാതൊരു മടിയുമില്ല. പശ്ചിമേഷ്യൻ പ്രശ്നം എന്ന് പറയും, ഇസ്രയേൽ എന്ന് പറയുന്നത് ലോക പട്ടാളമായിട്ട് പ്രവർത്തിക്കുകയാണ്. ഇറാനെതിരായിട്ട് കടന്നാക്രമണം നടത്തിയതിന് എന്ത് ന്യായീകരണമുള്ളത്? ഒരു ന്യായീകരണമില്ല. രാജ്യം മുഴുവൻ ഞങ്ങൾക്ക് കൊള്ളയടിക്കാൻ അവകാശമുണ്ട് എന്നുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് സാമ്രാജ്യത്തിൻ്റെ പരിപൂർണ്ണ പിന്തുണയോടുകൂടി ഇസ്രയേലി കടന്നാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ കടന്നാക്രമണത്തെ അതിശക്തിയായിട്ട് എതിർക്കുകയാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അതിലൊരു തർക്കവും വേണ്ട. ലീഗ് ഇന്നലെ ഈ വിഷയത്തിൽ ഇറാനുമേലുള്ള അതിക്രമത്തെ വിഷയത്തിൽ ഒരു സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്. കോൺഗ്രസ് ഈ സ്റ്റാൻഡ് ഈ തെരഞ്ഞെടുപ്പിൽ എടുക്കുമെന്ന് കരുതുന്നു. എന്ത് സ്റ്റാൻഡാണ് എടുത്തത്? അവസരവാദപരമായ നിലപാടാണ്. ഞങ്ങളെ എല്ലാ സന്ദർഭത്തിലും ഒരേ നിലപാടാണ്. സാമ്രാജ്യത്വ പിന്തുണയോടെ ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കൂട്ടക്കുരുതി അത് നമുക്കെല്ലാം അറിയുന്ന പോലെ പാലസ്തീനെതിരായിട്ടായാലും ഇപ്പോൾ ഇറാനെതിരായിട്ടായാലും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ നടത്തിക്കൊണ്ടിരിക്കുന്ന പോലീസ് ചമഞ്ഞുകൊണ്ടുള്ള, പട്ടാളം ചമഞ്ഞുകൊണ്ടുള്ള രാജ്യത്തിൻ്റെ മേലെ കടന്നാക്രമണം നടത്താനുള്ള ഒരവകാശവും ഇസ്രയേലിനില്ല. അതിന് അമേരിക്കയുടെ പിന്തുണയുണ്ടായാലും ലോകത്താരുടെ പിന്തുണയുണ്ടായാലും ആ പിന്തുണയുടെ അടിസ്ഥാനത്തിൽ നടക്കുന്ന ഈ തെറ്റായ സമീപനത്തെ CPI-യും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതിശക്തിയായിട്ട് എതിർക്കുക. അതിൽ വേറെ നിലപാടിൻ്റെ പ്രശ്നമൊന്നും, മാറ്റത്തിൻ്റെ പ്രശ്നമൊന്നും ഞങ്ങളെ സംബന്ധിച്ചോളം കൃത്യമായ നിലപാടാണ്. സാമ്രാജ്യത്വ വിരുദ്ധ നിലപാടാണ്. അതുപോലെ തന്നെ ഇസ്രയേലിൻ്റെ കടന്നാക്രമണത്തിനെതിരായിട്ടുള്ള നിലപാടാണ്. പോരെ.